സൗണ്ട് കേൾക്കുന്ന പൈസ കൊടുത്ത് വണ്ടി ആരോ പിറകെ സംസാരിക്കുന്നത് കേക്കാം. എടാ എല്ലാം കേക്കാം ഇവിടെ. ഹലോ ആ ബ്രോ നിങ്ങളല്ലേ റെഫറൻസ് നിങ്ങളല്ലേ? ബ്രോയില് ചെറിയ സിറ്റുവേഷൻ ഉണ്ട്, അപ്പൊ അതിന്റെ സംസാരിക്കാൻ വന്നു. എടാ വില്ലുമോനെ ഒന്ന് സംസാരിച്ചാണ് കറക്റ്റ് സിറ്റുവേഷൻ പറ. ഇതില് വൈകിട്ട് സുരുമ മറ്റേ റിപ്പയറിന്റെ അവിടെ മറ്റേ മൂലക്ക് പോയി നിൽക്കുന്ന ടൈമില്ലേ നിങ്ങളുടെ കൂടെയുള്ള ഏതൊരുത്ത വന്ന് ഇടിച്ച് മൂലക്ക് എന്ന് വെച്ചാൽ ഹെലി ആരും ഇടിക്കാണ്ടിരിക്കാൻ ടൈമില് അവിടെ കൊണ്ട് ഇട്ടേക്കായിരുന്നു. സോറി പറഞ്ഞ് പൈസ ഒക്കെ കൊടുത്ത് വിട്ട് കഴിഞ്ഞ് അതിന് നിങ്ങളുടെ കൂടെയുള്ള ഏതൊരുത്ത റേഡിയോയിൽ പറഞ്ഞ് അത് അവൻ ഇരിക്കട്ടെ, അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്തോ സംസാരിക്കായി, പിന്നെ സർവർ അടിച്ചു പോയി, പിന്നെ നിങ്ങൾ ആരും കണ്ടില്ല. അതാരായിരുന്നു പറഞ്ഞു? സോറി അല്ല, റേഡിയോയിൽ പറഞ്ഞ ആരാ കുഴപ്പമില്ല അവർക്ക് ഒരു ഇടി ഇടിക്കട്ടെ അങ്ങനെ എന്തോ പറഞ്ഞു. ആരാണത്? അത് കേട്ട് അത് നമ്മൾ കേട്ട് നമ്മുടെ കൂടുതൽ ഒരു ബാക്കിൽ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ബാക്കില്. അത് നിങ്ങൾ റേഡിയോ ചെക്കിട്ട് ഞാൻ ബ്രോ എവിടെയെങ്കിലും ഒരാളെ തെറി പറഞ്ഞാൽ ഞാൻ ബ്രോയ്ക്ക് ഇഷ്ടപ്പെടും. അല്ല ഒരു എക്സാമ്പിൾ പറഞ്ഞു, റേഡിയോയിൽ പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറഞ്ഞാലും അത് നമ്മളെ റേഡിയോ പറഞ്ഞാലും തെറി നമ്മളെ തന്നെയല്ലേ പറയുന്നത്, അത് മാറത്തില്ലല്ലോ ബ്രോ. അതാണ് ചോദിച്ചാ. തെറി വിളിച്ചെന്നല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണെന്നല്ലേ പറഞ്ഞത്. ഇപ്പം അവനൊരു ഇടി ഇടിക്കട്ടെ എന്നുള്ള രീതിയിൽ ഇപ്പൊ റേഡിയോയിൽ പറഞ്ഞാലും അപ്പൊ അതെന്താണെന്നാണ് ചോദിച്ചത്. പിന്നെ സോറി പറഞ്ഞതിൽ എന്ത് പോയിന്റ് ഉണ്ട് ബ്രോ? മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്ത് വേർന്ന് കാണിക്കുമല്ലേ ഇത്? പറഞ്ഞതാരാണ്? നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് നമ്മൾ വന്നിട്ടുണ്ട് പറയൂ. അല്ല അത് സംസാരിച്ച ആരാണെന്ന് പേരൊന്ന് പറയാം, പേരൊന്ന് പറയാന്. ഞാൻ ആ സിറ്റുവേഷൻ ഉണ്ടായില്ല, അതിപ്പം ചോദിച്ചിട്ട് പറഞ്ഞേ കുഴപ്പമില്ല, അറിയാനാണ് ആരാണ്. നമ്മൾ വെൽക്കം ടു സ്ട്രീറ്റ്. നമ്മളെ ഗ്യാങ്ങുള്ള ആളാണോ ബ്രോ? ആണ്. നിങ്ങളിപ്പോ പറഞ്ഞായിരുന്നു പറഞ്ഞില്ലേ, അതെങ്ങനെ അറിയാം? ആര് പറഞ്ഞു? റേഡിയോ പറഞ്ഞെന്നല്ലേ പറഞ്ഞത്, അതെങ്ങനെ നിങ്ങൾക്ക് അറിയാം? ആ പുള്ളി എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെടാ, ഈ ഇവരെ കൂട്ടത്തില് തുണിയിട്ടാനാര്? അതാണ് മറ്റേ ഗിയോ ബഡാസ് മറ്റേവനില്ലേ വന്ന് ചുമ്മാ അല്ല അങ്ങ്. എനിക്ക് മനസ്സിലായി. അതല്ല ഇനി വല്ലതും പറയണേ സോറി തന്നെ, ഇനി വല്ലതും പറയണേ സോറിയാണ്. ട്രിക്കിയുടെ ഒരു ചുമന്ന രൂപം നോക്ക്. ഇല്ല ഒരു കാര്യം പറയട്ടെ അതിനുശേഷം. ഇത്ര നേരമായിട്ട് അവർക്ക് അത് പറഞ്ഞായിരുന്നു, ഇതുവരെ ഇവർക്ക് ചോദിച്ചിട്ട് പറയുന്നില്ലേ? ഒരാൾ ഇറങ്ങിപ്പോയാ? പറഞ്ഞ ആളില്ലാന്നാണോ പറഞ്ഞ ആളില്ലേ ബ്രോ? ഞാനാണ് പറഞ്ഞത്. പേരെന്താണ്? എന്റെ പേര് മിത്രനെ. അല്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ജൂഡാ? മിസ്റ്റർ സിയൂസ്. ഓക്കെ ബ്രോ അങ്ങനെ ഇപ്പൊ സോറി പറഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ഒരു സംസാരത്തിന്റെ ആവശ്യം എന്തിനാണ് ബ്രോ? അപ്പൊ നിങ്ങൾ സോറി പറയുന്നതിൽ പിന്നെ ഒരു കാര്യമില്ലല്ലോ. അതിന്റെ അർത്ഥം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വന്ന് ഇടിച്ചല്ലേ ബ്രോ? അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇടിച്ചാണോ അല്ലേന്ന് അറിയത്തില്ല ബ്രോ. ബിക്കോസ് വന്ന് പിറ്റിയത് ഞാനല്ല. അപ്പൊ ആര് വന്ന് നിന്റെ കൂടെ ഉള്ളവർ തന്നെയല്ലേ? എന്റെ കൂടെ ഉള്ളവരുത്താണ്, പക്ഷെ വന്ന് പിറ്റിയത് ഞാനല്ല. റേഡിയോയിൽ ഒരു സംഭവം ഞാൻ റേഡിയോയിൽ എന്താന്ന് വെച്ചാ പറയാം. ശരിയാ, സരക്കണം പറഞ്ഞ റേഡിയോ മറ്റേ തീട്ടങ്ങളെ വെറുതെ എന്തിനാ തീട്ടം പറ്റിയ കൈ നമുക്ക് വേറെ വേറെ അല്ല തീട്ടം പറ്റിയതാണെന്ന് പറഞ്ഞാണ്. അക്സെപ്റ്റ് ചെയ്തെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അക്സെപ്റ്റ് ചെയ്തത് കുഴപ്പമില്ല. നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ട് ബ്രോ, നമ്മൾ അത് കഴിഞ്ഞാൽ നമുക്ക് നിന്റെ സിറ്റുവേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. നിന്റെ സിറ്റുവേഷനെ പറ്റി നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. നീ വലിയ കാര്യമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് കൂടെ ഉള്ളവൻ പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് നിന്റെ അല്ല സോറി പറഞ്ഞിട്ട് പിന്നെ അപ്പുറത്ത് തിരിഞ്ഞു നിന്നിട്ട് മറ്റേ കണ്ണെടുത്തൊന്ന് പേടിപ്പിക്കുന്നു. ഇവിടെ കണ്ണെടുക്ക കണ്ണെടുത്ത
ബുള്ളറ്റേ നോക്കിക്കോട്ടാ. നമ്മൾ നമ്മൾ ചത്ത കഴിഞ്ഞാൽ RVC ആണ്. ഇല്ല അമ്മമാർക്ക് കണ്ണെടുക്കണമെങ്കിൽ കണ്ണെടുത്താ കണ്ണെടുത്തിരിച്ചും കണ്ണെടുത്ത് വെച്ചിരുന്നു. അതെ അമ്മമാര് കണ്ണെടുക്കണേ കണ്ണെടുത്ത് തന്നെ വെച്ചാൽ മര്യാദക്കാണെ മര്യാദക്ക്. ഇത്രയ്ക്ക് കണ്ണെടുക്കാൻ മുട്ടിക്കുന്ന ആർക്കൊന്നും കാണണമല്ലേ. അല്ല അമ്മമാരെ കണ്ണെടുത്തല്ലേ എന്തിനാ വലിയത് കാണിക്കാൻ പോയല്ലേ. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ നിന്നാ പോരെ. വണ്ടി എടുത്ത് പോകാനായിട്ട് അവന്മാര് പേടിച്ചു. അവന്മാര് നമ്മള് കണ്ടെടുത്ത് അവന്മാരൊക്കെ പോകുന്നു. 2 വാണി ഫെയർ ഒട്ടിച്ചാ ഇപ്പളെ ഇവന്മാരെ എടുത്തിട്ട് അടിക്കാം. ഓച്ചനകത്ത് കയറിക്കുന്നുണ്ടാവും. അടിക്കട്ടോ വേണ്ട നമുക്കെല്ലാം അടിക്കാൻ മുട്ടിക്കണം. അടിക്കട്ടെ. വണ്ടി പോയിട്ട് ഒരു ഇടി അങ്ങോട്ട് വിടണം. അവൻ അടിക്കോ നോക്കാം. വണ്ടി പോയിട്ട് ഒരു ഇടി വിട്. അവൻ അടിക്കോ നോക്കാം. അവിടെ വേറെ സിറ്റുവേഷനൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് കണ്ണൊക്കെ എടുക്കുന്ന കേട്ടാ. വേറെ സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ണെടുക്കുന്നു ഇയാൾ. പ്രശ്നം തന്നെ. അല്ല ഈ വണ്ടിയിലിടാ തിരിച്ചു അവരത്രയൊക്കെ മുട്ടിക്കണം. നിന്നെ അടിക്കണം മുട്ടിക്കുന്ന ആർക്കെന്ന് പറയാം. ബാക്ക് ഫ്ലാങ് ഒക്കെ എടുക്കും ഒരു പയ്യെ. ഒരു മിനിറ്റ് ഒരു കാര്യം ചെയ്യാവോ? ഞാൻ ചെന്ന് ഇടിക്കട്ടെ ഒരുത്തനെ. വണ്ടി ആവശ്യമുണ്ട്. പറ്റുന്നവരൊക്കെ ഇവിടെ വരാൻ പറ്റും. ബുള്ളറ്റ് എവിടെ ഉണ്ട്? എവിടെ വരണ്ടേ? അവിടെ ഞാനൊരു കാർണേജ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറാൻ പറ്റും. അങ്ങനെ ഇവിടെ ഇട്ട് തന്നെ ഇവന്മാരെ അടിക്കാം. കേറ് നിങ്ങള്. അവരെന്ത് റേഡിയോ പറഞ്ഞെന്ന് പറഞ്ഞവൻ അവനാണ് വന്ന് അടിച്ചത്. പ്രശ്നം ചെയ്യാന്ന് എന്തിരി ചെയ്യുന്നു പറഞ്ഞിട്ടോ കേക്കട്ടെ. പറ ഫുള്ള് പറഞ്ഞു. പാതിയെ മിണ്ടുന്നുള്ളു. പകുതിയെ മിണ്ടുന്നുള്ളു. പിന്നെ മിണ്ടുന്നില്ല. പകുതിയെ മിണ്ടുന്നുള്ളു കേട്ടാ. പകുതി മിണ്ടിട്ട് പകുതി മിണ്ടൂല. അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. നീ ഇടിച്ചോ. അണ്ണ ഞാൻ ഇടിച്ചു വണ്ടി കിളത്തി കയറ്റാൻ പോട്ടാ. അവിടെ RVS കണ്ട അടിതാനെന്നൊക്കെ തമിഴില്. അവിടെ അവന്മാര് മറ്റേ അവന്മാര് വാമ്പേഴ്സ് RVS കണ്ട അടിതാൻ. വേറെ പേച്ചല്ല ഇല്ലേ അടിതാൻ. ഫോണൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നു അവിടെ ഇരുന്ന്. വൺ ഫോൺ വിളിയൊക്കെ ഇവിടെ എനിക്ക് വലിയ എന്തിനാ പ്രശ്നത്തിനാണ്. ഹലോ ബ്രോ. ഇതൊക്കെ വാർത്താളാടിയേ ഉള്ളൂ. ഒന്നും ചെയ്യാൻ പാടില്ല. ഒന്നും ചെയ്യാൻ പാടില്ല. ഒരു കള്ളം നമ്മുടെ ആൾക്കാർ കൊടുത്ത അവന്മാരുണ്ട്. അല്ല അതൊക്കെ ഇതിപ്പോ മനസ്സിലായില്ല. ഇത് ഒന്നും ചെയ്യാൻ പാടില്ല. വണ്ടിയൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. കീറിയ വണ്ടിയൊക്കെ കേട്ടോ. കീറിയ വണ്ടി. കൊണ്ടുപോകണമെന്ന് പോവല്ലടാ. അവിടെ വലിയ പ്രശ്നമാണല്ലോ. മറ്റേ ആ ചുവന്ന ഉടുപ്പിട്ടില്ലടാ. ആ ചുവന്ന മറ്റേ ഇതിട്ടിരിക്കുന്നുണ്ട്. അവന്റെ അടുത്ത് 2 കോണ എപ്പ വെടിവെക്കും. കൺഫേം വെടിവെക്കും. എടാ വീഡിയോ ഒക്കെ അടിക്കില്ല. വീഡിയോ ഒക്കെ അടിക്കണ്ട. അവന്റെ ഫ്രണ്ടിൽ കയറിയ പിന്നെ ആൾക്കാര് മറ്റേ കുറഞ്ഞ ഇപ്പൊ വെടിവെക്കാൻ വരും കേട്ടോ തോന്നണേ. ഇല്ല ഒന്നും ചെയ്യില്ല.
എന്താ ഹലോ ഷുണി ഷുണി എന്ത് പരിപാടി ഷുണി? സുനീനെ ഹെലി പിറ്റിയതിന്റെ സിറ്റുവേഷൻ ആണ് ഇവിടെ സംസാരിക്കുന്നത്. സുനി നിന്നെ RVS ആയിട്ട് എന്താ സിറ്റുവേഷൻ ചോദ്യങ്ങളാണ് ഇപ്പൊ അങ്ങനെ പിന്നെ വെക്കുന്ന പരിപാടി ഇല്ല. ഇപ്പൊ തന്നെ ചോദിക്കാൻ വിചാരിച്ചു നേരത്തെ. അത് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയാണ് നിങ്ങളൊക്കെ അങ്ങോട്ട് സാൻഡി ഗരാജ് ടോക്കിയോ ജ്യൂസ് പിന്നെ ഏതൊരുത്തരും കൂടെ ഉണ്ട്. ഈ മൂന്നെണ്ണത്തിനായിരുന്നു മെയിൻ. മൂന്നെണ്ണത്തില് അല്ല ജ്യൂസിന് മൂന്നെണ്ണം ഒരു സസ്പീഷ്യസ് ആണ്. ഞാൻ പറഞ്ഞുതരാം വന്നിട്ട് പറഞ്ഞൊരു വെച്ച് ജ്യൂസ് ഉണ്ട്, പിന്നെ ഇത് ഗിയോ നട്ടത്, പിന്നെ അവന്മാരൊന്നും ആരൊക്കെയാണ് അറിയില്ല. അല്ല ആർക്കാണ് മെയിൻ സീൻ? ആർക്കാണ് ഇപ്പൊ? ജ്യൂസാന്ന് തോന്നണം. അല്ല നമ്മള് എൻ്റെ അടുത്ത് ചോദിച്ചു ഇതെന്ത് ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താന്ന് വെച്ചോ നമ്മളെ റേഡിയോ ഇല്ല നമ്മള് പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ് അറിയുന്നത്? സോറി പറഞ്ഞിട്ട് നമ്മള് കേൾക്കുന്ന രീതിയിൽ തന്നെ വന്നിട്ട് മറ്റേ ഗ്യാങ് റേഡിയോയിൽ ഒരു ഇടിയുടെ കുറവുണ്ടായിരുന്നു പറയുമ്പോൾ പിന്നെ എന്തിന്റെ ആവശ്യമുണ്ടെന്ന് പറയും. സംഭവം ഇപ്പൊ വാമ്പേഴ്സ് ഒക്കെ മറ്റേ അമ്മമാരായിട്ട സിറ്റുവേഷനിലൊക്കെ ഗ്യാങ്ങൊക്കെ വന്നു കേട്ടോ ഇവിടെ ഇതിന്റെ ഇടയിൽ. നമ്മളെ ആർക്കും വേണ്ടെന്ന് പറയുന്നത് 200 രൂപീസ് സൂപ്പർ ചാറ്റ് മിസ്റ്റർ ദാവൂദ് ബ്രോ. ദാവൂദ് ബ്രോ ഇവിടെ എല്ലാവർക്കും അല്ലല്ല ഇത് വാണിംഗ് കൊടുത്തു. നമുക്ക് കുറച്ചു നേരമായിട്ട് വന്നിട്ട് മൊണ്ണേന്നൊക്കെ കുറിച്ച് കൊറേ നേരമായിട്ട് പറയണേ. ക്രൈസ്റ്റിന്റെ മുടിയുള്ള ഒരുത്തല്ലേ എന്റെ അടുത്ത് വന്ന് പറയണേ. അടിക്കാനായിട്ട് ഒരു ഇത് കിട്ടി അടിച്ചോ മനസ്സിലായി. അടിക്കാനായിട്ട് റീസൺ കിട്ടി അടിച്ചോന്ന് പറഞ്ഞു. അവൻ എന്നെ വന്നിട്ട് കൊറേ നേരമായിട്ട് മൊണ്ണ നീ തിരിച്ചു പറ. നീ മൊണ്ണ പറ. ഇനി നീ പറ. നീ വാങ്ങി പറ. അവന്റെ അടുത്ത് പറ. ഇനി ഒരു വട്ടം വിളിച്ചോ നീ അടിച്ചിടുന്ന് പറ. പിന്നെ പറയണ ഉടുപ്പൊക്കെ ഊരിട്ട് ഓടുന്നറാ ഒരുത്തൻ ബാക്കിലോട്ട് നോക്ക്. എടാ ഉടുപ്പ് ഊരി ഓടുന്നറാ ഒരുത്തൻ എന്താ കേട്ടാൻ ബാക്കില്. ഗ്യാങ് ഡ്രസ് ഇടണോന്ന് വല്ല നിർബന്ധമുണ്ടോ ഇവിടെ ഗ്യാങ് ആവാൻ? അല്ലാണ്ട് സിറ്റുവേഷനിൽ പറ്റുമോ? പറ്റുമോ? സിറ്റിയിൽ നമ്മുടെ ആർക്കും വേണ്ടെന്നാണ് പറഞ്ഞത്. സിറ്റിയിലൊക്കെ ഉണ്ടോ ബ്രോ ദാവൂദ്? ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിയത്തില്ല ബ്രോ. താങ്ക് യു സോ മച്ച് അഗൈൻ ഫോർ ദ 200 ബ്രോ. താങ്ക് യു സോ മച്ച്. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവന്മാര് ആരോടോ അല്ല അത് അവന്മാരായിട്ട് സിറ്റുവേഷൻ പൊട്ടിച്ചാലും വരെ അഡ്മി വന്നിട്ട് ലീവ് ചെയ്യുന്ന പറഞ്ഞ അവര് BNB ആയിട്ട് വാറിലാണ്. ഇവന്മാര് RVS. അപ്പൊ ഈ ആംബേസ് ഡിക്ലെയർ ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അതിന് ചാറ്റോ ഒന്നും കാണുന്നില്ല. ആകെ മറ്റേ വ്യാമ്പേഴ്സ് ഒന്നും കണ്ടൂടാ. അഡ്മി വന്നിട്ട് പറഞ്ഞ തിരിച്ച് പറഞ്ഞുകൂടെ? നിന്റെ അടുത്ത് വല്ലതും പറയണേ വെടി വെക്കാൻ നിന്റെ അടുത്ത് 10 വട്ടം പറഞ്ഞല്ലോ. നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞായിട്ട് കോണ ഇനി പറയുകയാണെങ്കിൽ നിന്റെ അടുത്ത് ഇനി പറയുകയാണെങ്കിൽ അത് അവന്മാരല്ലേ വീണ്ടും
കോണ പറയുന്നത് പോയി ക്ലാസ്സിൽ പോയി അടി പിടിക്കും ബാക്കി നമ്മൾ നോക്കിക്കോളാം. അത്രേ ഉള്ളൂ. ഫുള്ളി ബാക്കിലാണ്, ബാക്കിലായിട്ട്. നമ്മളെ ആൾക്കാരുടെ കൂടി എല്ലാരും ഉണ്ടാവോ നോക്കിട്ട് ഇതാക്കണേ. അതിന്റെ ഇടയ്ക്ക് ഗുലാനെ എവിടെയാടാ? ഇവിടുന്ന് പോവല്ലാരും സാൻഡി ഗരാജോ അണ്ണാ അപ്പൊ സംസാരിച്ചു കഴിഞ്ഞായിരുന്നാ? എടാ അമ്മരത്ത് മര്യാദക്ക് സംസാരിച്ചപ്പോ അതിന്റെ അകത്ത് അവൻ പറയണ നമ്മളെ റേഡിയോ പറഞ്ഞല്ലോ ബ്രോ, അതിന്റെ എന്തിനാണ് നിങ്ങൾക്ക് കുഴപ്പം? ഞാൻ ബ്രോ അപ്പൊ റേഡിയോ കേൾച്ച ബ്രോന്റെ കൂട്ടത്തിൽ ഇതിനെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ കേട്ടോണ്ടിരിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ തെറി ആര് പറഞ്ഞു? അവൻ തെറി പറഞ്ഞ നമ്മൾ തെറി പറഞ്ഞില്ലല്ലോ എന്നതിന് അതന്നെ അതാണ് പറയുന്നത്. ഉത്തരമ്പയാണ് ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. അയ്യോ ബാക്കിൽ അഡ്മിറ്റ് എടുത്ത് അങ്ങോട്ട് സംസാരിക്കുമെന്ന് തോന്നുന്നു. അഡ്മിറ്റ് എടുത്ത് സംസാരിച്ചോണ്ടിരിക്കാൻ പോയി മേടിക്കല്ലേ അമര അഡ്മിൻസായിട്ട് സംസാരിക്കണോ? അമര അഡ്മിൻസായിട്ട് സംസാരിക്കണോ? പറഞ്ഞ റെഡിയില് അന്ന മാമ്പേഴ്സ് ആയിട്ട് ഒരു ഡീലിന് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാമ്പേഴ്സിന് നേരത്തില്ല ഒരു ഡീല് സെറ്റ് ചെയ്തു. നമ്മള് കൊന്നിട്ട് ലോക്കിനെ മാത്രം അവന്മാര് കൊടുത്തു. എന്റെ അമ്മ ഇവിടെ കത്തലെനിക്ക്. അവിടെ ലോക്കിനെ എനിക്ക് വേണം തരത്തില്ലേ? ക്രൈസ്റ്റ് വന്നാന്ന് വെച്ചാൽ അവര് പൊട്ടി വരും. ചുമന്ന മുടിയല്ലേ സംസാരിക്കാൻ വന്ന അണ്ണ എവിടെ അണ്ണ? ഈ കൂട്ടത്തിൽ ഞാൻ ഇത് കോമനുണ്ട് സുനി മറ്റേ ചുമന്ന മുടിയല്ലേ ഇരുന്നടാ മറ്റവൻ. കണ്ടാറോളിന്ന് പറഞ്ഞ സിറ്റുവേഷൻ എപ്പോഴുണ്ട്? സത്യം പറഞ്ഞു കഴിഞ്ഞാ അണ്ണ ടൈം പറയാൻ പറഞ്ഞു. വണ്ടി കയറുന്ന വണ്ടി കയറുന്നറാ. അടുത്തെന്തോ നോക്കൊക്കെ എടുത്ത് എയിം ചെയ്യുന്നു. ആ ലോക്കിനെ ഡൗൺ ആക്കിട്ടുണ്ട് കേട്ടാ. ഞാൻ മണ്ടേന്ന് അടി തുടങ്ങിയ ലോഡാവത്തില്ലടാ എക്സ്ട്രാ. മുട്ടല്ലേ ആകട്ടെ ഇവിടെ ക്രോസർ അതിൻ്റെ ഇടയിൽ ഒരു കിടച്ച ക്രോസർ എൻ്റെ ഇടയിൽ വെച്ചു. കഴിഞ്ഞ ആർമറൊക്കെ അടിക്കാത്ത അടിച്ചിട്ട് കഴിഞ്ഞില്ലേ? അമ്മ കൊറേ പേരുണ്ടോടാ? രാംബേസ് വന്നോ? മാറി അടിക്കല്ലേ പറഞ്ഞ അടുത്ത് പറഞ്ഞ ഇടയ്ക്കേറെ ഇല്ലെന്നറ. ഇല്ലല്ല അവരടിച്ചില്ലല്ലോ, അവര് അടിച്ചൊന്നുമില്ല. അവരോട് നിന്നതേ ഉള്ളു. അടിച്ചോ അല്ലട്ടാ? എനിക്കങ്ങനെ വീഡിയോ കിട്ടണേ. അയ്യോ സർക്കട്ട് ഇവന്മാരടിക്കണ എന്റെ ഇടയിൽ കിടന്നു. പറ അമ്മ ലീവ് ചെയ്യാൻ പറ. നമ്മുടെ സിറ്റുവേഷൻ്റെ ഇടയിൽ അടിക്കലെന്ന് പറ. അമ്മരത്ത് പറ മാറാൻ പറ. ഞാൻ വന്നത് അടി പൊട്ടി. ഇവന്മാരുടെ ഡ്രസ് എനിക്ക് അടുത്ത് മനസ്സിലാവണില്ല. ഇപ്പൊ ഡൗൺ തോന്നട്ടോടാ. ഇതിന്റെ അകത്തൊക്കെ ഇരിക്കുന്ന ഒരുത്തെന്താ ഈ വണ്ടി തമിഴ് എന്തായാലും വെച്ചാ പറഞ്ഞു വിടുവോ? ലോക്കിന് മാത്രം മതി. ഇത് പക്ഷേ ലോക്കിനാണ് നമുക്ക് ആവശ്യം.
ആറടിക്കുന്നേ നോക്കായി കിടന്നതാ വെറുതെ നോക്കായി പോച്ചേട്ടാത്തിരിക്കുന്നു ഇവൻ. ഞാൻ ബോച്ചറൊറ്റ കൊണ്ട് ക്യാം വാങ്ങിച്ചിട്ട് വരും ഇവന്മാരെല്ലാരും കത്തി ഞങ്ങൾക്ക് അവന്റെയൊക്കെ സൂപ്പർ ഇട്ടാറാ ഇവിടെ. വല്ല ഡയലോഗ് ഇവന്മാര് ഇത്ര പേരുള്ളോ? ആകെ ഇത്ര പേരുള്ളൂ ഇവന്മാര്? ഉണ്ടാ എനിക്ക് ആൾക്കാരൊക്കെ വെട്ടണം. അല്ല ഞാൻ ചെറുതായിട്ടൊന്ന് കത്തിയായിരുന്നേ. ഇവന്മാര് ചത്താ? അവന്മാര് ഓൾഡൗണായി. ഇത്ര പേരുള്ള എത്ര പേരുണ്ടായിരുന്നു? 8-9 മിനിമം ഉണ്ടാവും. RVS എന്നല്ലേ പേര്? RVS അല്ലേ? gang. 15 ഒന്നുമില്ല, ഒരു 10 വരെയൊക്കെ കാണും. നോന്നൊക്കെ മറ്റേ ഉടുപ്പൂരി വിട്ടു പയ്യനാണ്. മറ്റേ ഉടുപ്പൂരി വിട്ടില്ല ഒരു പയ്യൻ. സ്പീഡ് ചേട്ടാ അല്ലല്ലേ, ഉടുപ്പൂരി എന്നവനാണ് ഇപ്പൊ ഇട്ടത് നോന്ന്. ഉടുപ്പൂരി വേറെ വിട്ടെന്ന് തോന്നുന്നു. പയ്യ അവിടെ ഒളിച്ചിരിപ്പുണ്ട്. ലോക്കി വണ്ടിക്കകത്തിരിപ്പുണ്ടവൻ ഒളിച്ച്. കത്തിച്ചു ഇവരൊക്കെ കത്തിക്കണം. കത്തിച്ച് ഉടുപ്പിടാത്ത അതിലൊരുത്തനെ കണ്ടാ പിടിച്ചോട്ടെ. അവരുത്തോടെ 1 2 3 എന്തായാലും ഇവിടെ ഉണ്ട്. 4 എന്റെ വലിച്ചു വരാൻ തുടങ്ങി. ആരാ? RVS കിങ് ഡാർക്ക് ഇറങ്ങി പോകുന്നുണ്ട്. കണക്ഷൻ ടൈമോട്ടെന്നൊക്കെ ഒരുമിച്ചിട്ട് കൂട്ടിട്ട് കത്തിക്കടാ. അടി ഇവിടെ ബോഡി ഉണ്ടോ? ഇതിന്റെ ബാക്കിൽ ബോഡി ഉണ്ടോ? ഈ പിങ്ങിലൊരു ബോഡി കിടക്കുന്നു. ലോക്കി എന്തിയാടാ ഇവിടെ കിടന്ന്? ഈ വണ്ടിക്കകത്ത് ആദ്യമായിട്ട് ഈ വണ്ടിക്കകത്ത് RVS ന്യൂ ഗ്യാങ് അല്ലേ? ഈ വണ്ടിക്കകത്ത് ജ്യൂസ് ഉണ്ടായിരുന്നോടാ നിങ്ങളോട് സംസാരിക്കാൻ വരുമ്പോ? എങ്ങനെ ജ്യൂസ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ജ്യൂസ് അവൻ ഇച്ചിരി അമ്പിയായിരുന്നു കേട്ടോ. RVS കിങ് ഡാർക്ക് എന്ന് പറഞ്ഞ ലെഫ്റ്റ് ഒന്ന് കാണിക്കുന്നില്ല. അവിടോട്ട് ഒരാൾ വരുവോ? ഇവിടെ ലോക്കി മറ്റേ ബ്ലാക്ക് ഡ്രസ് ഇട്ട് പിന്നെ വന്ന് അവൻ ലോക്കി അല്ല, അവനാണ് ജ്യൂസ്. ഈ പറഞ്ഞവൻ ജ്യൂസ് ആണ് ആക്ച്വലി, ലോക്കി അല്ല. അവനാണ് ആദ്യം വണ്ടി ഇടിച്ചത്. അല്ല വണ്ടി ഇടിച്ചത് ലോക്കിയും അവന്റെ കൂടെ ഉള്ള ഒരുത്തനും. ഈ റേഡിയോ പറഞ്ഞെന്ന് പറഞ്ഞില്ല, അതാണ് ജ്യൂസ്. ആളെ ഇടിച്ചിടാൻ പറ്റും. പക്ഷെ പറ്റണല്ലോ ഇവിടെ നോക്കിട്ട്. അതിലൊന്നും അറിയാവുന്ന ഒരാൾ നോക്കൂ ഇവിടെ. കിട്ടി ലോക്കിനെ കിട്ടി. അടുത്ത കളി അവന് റിവ്യൂ ചെയ്ത് നമുക്ക് മറ്റേ ഗാങ്സ് കൊണ്ടുവരാൻ പറ്റുമോ അത് സിവിലിയനാണ്. സിവിലിയൻ കൊണ്ടുപോകാൻ പറ്റുമോ? അങ്ങനെ വല്ലതും പറ്റുമോ? അവനെ കത്തിച്ചോ. എടാ ഗ്യാസ് ക്യാൻ അവന്റെ ബോഡി എവിടെ? എടാ സ്നൈപ്പിന്റെ ബോഡി നമുക്ക് റവാക്കാനൊന്നും പറ്റത്തില്ലല്ലേ. അപ്പൊ കൊണ്ടുപോയി ഇല്ലീഗൽ ഉണ്ടോ അവിടെ? ഹലോ എടാ കേക്കാമോ? ഇല്ലീഗൽ ഉണ്ടോ അവിടെ? ഇല്ലീഗൽ ഉണ്ടോന്ന് അറിയത്തില്ല. ഇത് സൈറൻ കേൾക്കുന്നു. എനിക്ക് മാത്രമാണ് ഇടയ്ക്ക് വെച്ച ശബ്ദം ബ്രേക്ക് ആവണേ. അതെ, അപ്പൊ എന്റെ മാത്രം പ്രശ്നമാണോ? എന്തിനു പറ്റിയോ എന്തോ. ലോക്കിക്ക് എന്താ താങ്ങി പിടിക്കണമെന്ന് എന്തിനാ പറഞ്ഞായിരുന്നു? പോയി പിടിച്ചു കൊടുക്കട്ടാ. എടാ ഇവന്മാര് ഇനി കുറെ പേരുണ്ടായിരുന്നു. ബാക്കിയുള്ള പേര് പിള്ളേരൊക്കെ FIR അടിച്ചു പോയി തോന്നുന്നു. ഇതാരാണ് നിക്കണാരാണ്? സാവേജ് ഇവിടെ എന്താ ഒരു കാണാത്ത ഇൻവിസിബിൾ ആയിട്ടുള്ള എന്തോ ഒരു കൊളിഷൻ ഉണ്ട്. എന്തിനാണ്?
കിടപ്പുണ്ടെന്ന് കേറി പോകാൻ പറ്റും ചാടി ചാടി. എനിക്ക് ആൾക്കാരൊക്കെ ഒട്ടും മിക്കവാറും ഫൈറ്റ് വാ 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 വണ്ടി ഇടുക നമ്മളെ വണ്ടി ഇടുക. അല്ല എടാ